ഹായ് ഫ്രണ്ട്സ്, ഒരു BLDC ഫാൻ ഫിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പഴയ ഫാൻ ഇളക്കി മാറ്റിയിട്ട് വേണം നമുക്ക് BLDC ഫാൻ ആ ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്യാൻ. പഴയ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററിൻ്റെ കണക്ഷൻ BLDC ഫാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. പല വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു റെഗുലേറ്റർ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് BLDC ഫാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വീട്ടിലുള്ള കുഞ്ഞുങ്ങളോ അതുപോലെ പ്രായമായവരോ മറ്റോ ഈ ഒരു റെഗുലേറ്ററിൻ്റെ സ്പീഡ് കുറച്ചിട്ട് കഴിഞ്ഞാൽ BLDC ഫാനിലേക്കുള്ള കറണ്ട് സപ്ലൈ കുറയും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫാൻ അത് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു റെഗുലേറ്റർ ഫുൾ സ്പീഡിൽ ഇട്ടിട്ടാണ് BLDC ഫാൻ വർക്ക് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഗുലേറ്ററിനകത്ത് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളും ബോർഡുകളുമാണുള്ളത്. സപ്ലൈ അതിൽ കൂടി കയറി ഇറങ്ങി പോകുമ്പോൾ എന്തായാലും ചെറിയൊരു ലോസ് ഉണ്ടാവും. അപ്പോഴും ഫാനിലേക്കുള്ള സപ്ലൈയുടെ അളവ് കുറയും. വോൾട്ടേജ് കുറവുള്ള സമയങ്ങളിൽ ഫാനിലേക്ക് എത്തുന്ന സപ്ലൈയുടെ അളവ് കുറയുകയും അതുമൂലം കാറ്റ് കുറയാനും ഫാൻ കുറേ നാൾ കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് സപ്ലൈ കിട്ടാതെ കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ടാകും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫാനിലേക്ക് പോകുന്ന സപ്ലൈ റെഗുലേറ്ററിൽ നിന്നും മാറ്റിയിട്ട് ഡയറക്റ്റ് സപ്ലൈ ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്.